ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടൻസ്ഡ് മിൽക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കുവാനായിട്ട് വെറും 3 മിനിറ്റ് മാത്രം മതി. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ 1 കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്, പാൽപ്പൊടി. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി വേണം. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്തു വച്ചിരുന്ന പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചൂടുവെള്ളം തന്നെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് കട്ട പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസിൽ വെച്ചിട്ട് 2 മിനിറ്റ് കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ഞാനിത് ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഈ 2 മിനിറ്റ് ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. കട്ടയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് ഇങ്ങനെ ചെയ്യുക. നന്നായിട്ട് തിക്കായി വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിക്കായിട്ട് വേണം. എന്നിട്ട് വേണം നെയ്യ് ചേർക്കുവാനായിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് തിക്കായി വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് 1 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമ്മളൊരു ബൗളിലേക്ക് മാറ്റുവാനായിട്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചെറുതായിട്ട് എന്തെങ്കിലും കട്ടയൊക്കെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ്. ഇത് നല്ല സ്മൂത്തായതുകൊണ്ട് തന്നെ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ചൂടാറി കഴിഞ്ഞാൽ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. സിമ്പിൾ ആൻഡ് ടേസ്റ്റി കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുവാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുമുള്ളത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്